ബെൽവിൻ റെക്കോർഡ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സൈക്കിൾ ഷോപ്പാണ്. ഈ സൈക്കിൾ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് തിരുവല്ല കോഴഞ്ചേരി റോഡിൽ പുല്ലാട് ജംഗ്ഷന് സമീപത്താണ്. നിരവധി ബ്രാൻഡുകളുടെ വിവിധ പ്രൈസ് റേഞ്ചിലുള്ള ഒരുപാട് സൈക്കിളുകളുടെ സ്റ്റോക്ക് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവയിൽ നിന്നും നമ്മൾ സ്കൂൾ കുട്ടികൾക്ക് ഉപയോഗപ്രദമായ കുറച്ച് മോഡലുകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. പ്രത്യേകിച്ചും ഒരു 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റുന്ന വളരെ സേഫ് ആയതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുമായ കുറച്ച് മോഡലുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു 5 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പറ്റുന്ന സൈക്കിളിനെ പറ്റി ഒന്ന് വിവരങ്ങളൊക്കെ ഒന്ന് അറിയാം. ഈ കാണുന്ന ഈ രണ്ടാം നിരയിലുള്ള ഈ സൈക്കിളുകളെല്ലാം ഒരു 4200 മുതൽ 6500 വരെയാണ് പ്രൈസ് റേഞ്ച് ഉള്ളത്. അത് ഏറ്റവും കറക്റ്റായിട്ടുള്ള സൈസ് വെച്ച് നോക്കുമ്പോൾ ഒരു 5 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് വളരെ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ ഏറ്റവും വില കുറഞ്ഞ മോഡലായ 4200-ന്റെ സൈക്കിൾ എന്ന് പറയുന്നത് ഹീറോ എന്ന ബ്രാൻഡിൻ്റെ സൈക്കിളാണ്. 6500-ന്റെ മോഡല് വരുന്നത് കോസ്മിക് എന്ന ബ്രാൻഡിൻ്റെയാണ്. അതിപ്പോൾ ഇവിടെ ഡിസ്പ്ലേയിലില്ല, അത് സ്റ്റോക്ക് ഉണ്ട്. അത് അസംബിൾ ചെയ്തതിന് ശേഷം ഇവിടെ ഷോപ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഈ റോയിൽ കാണുന്ന ഈ സൈക്കിളുകളെല്ലാം ഒരു 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെ ബോയ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലുകളാണ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഒരു 4700 മുതൽ 12500 വരെയാണ്. ഈ കാണുന്ന ബാസ്ക്കറ്റുള്ള മോഡലുകൾ എല്ലാം 7 വയസ്സ് മുതൽ ഒരു 11 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലുകളാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4700 മുതൽ 6500 വരെയാണ് ഈ ലേഡീസ് മോഡലിൻ്റെ വില. ഇത് 10 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 5600 തൊട്ട് ഒരു 12500, 13 ആ റേഞ്ചിൽ. ഇതിൽ ഷോക്ക് ഉള്ളതും ഷോക്ക് ഇല്ലാത്തതും വരുന്നുണ്ട് അല്ലേ? ഷോക്ക് ഉള്ളത് വരുമ്പം 7000 തൊട്ട് മേലോട്ട്. 7000. ഇതിൽ ഏതൊക്കെ ബ്രാൻഡുകളാണ് വരുന്നത്? ഈ ഹീറോയുടെ വരുന്നുണ്ട്, ഹെർക്കുലീസ് വരുന്നുണ്ട്, A1 വരുന്നുണ്ട്, 91 വരുന്നുണ്ട്, പിന്നെ ഫാൻറ്റം തൂക്കിയിട്ടേക്കുന്നുണ്ട്. 5600 മുതൽ എത്ര വരെ അതിൻ്റെ പ്രൈസ് റേഞ്ച്? ഒരു 10500 വരെയുള്ള ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ കാണിച്ചത് കൂടാതെ ഇതും 12 വയസ്സ് മുതൽ ഒരു 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൈക്കിളുകളാണ്. ഈ കാണുന്ന മോഡലുകളെല്ലാം 12 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള നല്ല ഹൈറ്റുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മോഡലുകളാണ് ഈ സൈക്കിള്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് എത്രയായിരുന്നു? ഒരു 8 രൂപ തൊട്ട് മേലോട്ട് കിട്ടും. ഒരു 15-16 ആ റേഞ്ചിൽ. ഈ ഒരു കാറ്റഗറിയിൽ ഗിയർ ഉള്ളതും ഗിയർ ഇല്ലാത്തതുമായ നിരവധി മോഡലുകൾ ലഭ്യമാണ്. എൻ്റെ പേര് അജീഷ് ഗോപാലകൃഷ്ണൻ. ഞാൻ VP രാമകൃഷ്ണൻ നായരുടെ കൊച്ചുമകനാണ്. ഞങ്ങൾ 1957 മുതൽ സൈക്കിൾ ഫീൽഡിലുണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദർ VP രാമകൃഷ്ണൻ നായരാണ് ഈ സൈക്കിൾ ഫീൽഡിലേക്ക് വന്നതും. പുള്ളിയാണ് ഇതിൻ്റെ ഫൗണ്ടർ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫാദർ 40 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. ഞങ്ങൾക്ക് 2 ഷോപ്പാണ് പുല്ലാട്ടുള്ളത്. ഇപ്പം നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന സൈക്കിളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ് സൈക്കിൾസ്, ജെൻസ് MTB സൈക്കിളുകൾ, ലേഡീസ് സൈക്കിളുകൾ, ഇലക്ട്രിക് സൈക്കിളുകൾ, ഗിയർ സൈക്കിളുകൾ, ഇങ്ങനെയുള്ള സൈക്കിളുകളാണ് നമ്മളിവിടെ സെയിൽസ് ചെയ്യുന്നത്. ഗിയർ സൈക്കിൾ നമുക്കൊരു 8500 തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊരു 50-55,000 രൂപ വരെയുള്ള മോൺട്രയുടെ സൈക്കിളുകൾ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. അതിനകത്ത് ഇപ്പം ഞങ്ങൾ മെയിനായിട്ട് ഡീൽ ചെയ്യുന്ന ഗിയർ സൈക്കിളിൽ ഹീറോ ഉണ്ട്, ഹെർക്കുലീസ് ഉണ്ട്, A1 ഉണ്ട്, കോസ്മിക് ഉണ്ട്, ഫയർഫോക്സ് ഉണ്ട്, ഒക്ടെയിൻ ഉണ്ട്, പിന്നെ സ്നെല്ലുണ്ട്, 91 ഉണ്ട്. ഇങ്ങനെ കുറേ കമ്പനികൾ ഞങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സർവീസും മാത്രമേ ചെയ്യത്തുള്ളൂ. ഫിനാൻസിൽ നമ്മൾ സൈക്കിൾ കൊടുക്കുന്നുണ്ട്. പുതുതായിട്ട് നമുക്കിപ്പം ബജാജ് ഫിനാൻസ് സർവീസുമായിട്ട് നമ്മളിപ്പം അത് ഓതറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം
HDB ആയിട്ട് ഓതറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന് വേണ്ടി ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാറും പാനും അതിന്റെ പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ് ഉണ്ടായി നമുക്ക് സിബിൽ ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ബജാജുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സൈക്കിൾ കൊടുക്കാം. അതൊരു 10,000 മേലുള്ള സൈക്കിളിനാണ് ഇപ്പം കൊടുക്കുന്നത്. അത് താഴോട്ട് വരാൻ വേണ്ടി ഞാനിപ്പം ബജാജിന് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അത് കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്ത് നമുക്ക് എത്രത്തോളം അത് താഴോട്ട് വരുത്താമെന്ന് ഞാൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈക്കിളിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണ കിഡ് സൈക്കിളിനെ പറ്റി കഴിഞ്ഞാൽ നമുക്കൊരു 12 സൈസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 3 to 6 ഇയേഴ്സിന് ഉപയോഗിക്കുന്ന സൈക്കിളാണ് 12 സൈക്കിൾ. അപ്പോൾ അത് നമുക്കൊരു 3500 തൊട്ട് നമ്മുടെ ബ്രാൻഡഡ് സൈക്കിൾ BSAയോ ഹീറോയോ നമ്മുടെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ 14 സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മുതൽ 7 വയസ്സ് വരെയുള്ളത്. 16 സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മുതൽ 9 വയസ്സ് വരെയും. 20 സൈസ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മുതൽ 11 വയസ്സ് വരെയും. പിന്നെ അര സൈക്കിള് നമുക്ക് 24 സൈസ് എന്ന് പറയുന്നത് നമുക്ക് 10 മുതൽ 14 വയസ്സ് വരെയും. പിന്നെ നമ്മുടെ വലിയ 26 സൈക്കിൾ, 3/4 സൈക്കിൾ എന്ന് പറഞ്ഞാൽ 12 വയസ്സിന് മേപ്പോട്ടുള്ളവർ അങ്ങനെയുള്ള കാറ്റഗറിയിലാണ് ഞാനിവിടെ വിൽക്കുന്നത്. അങ്ങനെ കാറ്റഗറി അനുസരിച്ചാണ് ഇവിടെ ഞാൻ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ഷോറൂം. ഏജ് ആണ് മെയിൻ ക്രൈറ്റീരിയ. പിന്നെ നമ്മുടെ ഹൈറ്റ് ഒരു ക്രൈറ്റീരിയ ആണ്. ഏജ് ആണ്. ഇപ്പം 3 ഇയേഴ്സിനുള്ള ഒരാളാണെങ്കിൽ 12 സൈസ് 3 to 6 വരെ ഉപയോഗിക്കാം. 4 ഇയേഴ്സ് ആണെങ്കിൽ അത് നമുക്ക് സീറ്റ് നമുക്കൊരു 5 ഇഞ്ച് ഒരു സൈക്കിളിന്റെ ഹൈറ്റ് ചെയ്യാൻ പറ്റും. ഏത് സൈക്കിളിന്റെ ആണെങ്കിലും ബെസ്റ്റ് സൈക്കിൾ നമ്മുടെ ഏജ് അനുസരിച്ച് മക്കൾക്ക് മേടിക്കാവുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ചെയ്തേക്കുന്നത്. സേഫ്റ്റി മെയിൻ ആയിട്ട് ഹെൽമെറ്റ് ആണുള്ളത്. പിന്നെ ഗ്ലൗസ് ഉണ്ട്, മറ്റേ പഞ്ചസ് ഉണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ബൈക്കിൽ തന്നെ ഹെൽമെറ്റ് വെക്കാൻ വേണ്ടി നമ്മൾ ഫൈൻ അടയ്ക്കുന്ന പേടിച്ചാണ് ഹെൽമെറ്റ് വെക്കുന്നത്. പക്ഷെ വെളിയിൽ നിന്ന് വരുന്ന UK ഒക്കെ നമ്മുടെ ഇവിടെ കൂടുതലും പ്രവാസി മലയാളികളായതുകൊണ്ട് അവർ UK എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ കണ്ടമാനം ഈ സേഫ്റ്റി മെഷേഴ്സ് ഉപയോഗിക്കും. അപ്പൊ അത് കാരണം നമ്മുടെ ആൾക്കാർ അതനുസരിച്ച് സേഫ്റ്റി മെഷേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ. കുട്ടികൾ വളരും എന്ന് കരുതി ഓവർ സൈസ് സൈക്കിൾ വാങ്ങിക്കൊടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. 3-4 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പണച്ചെലവ് ഒഴിവാക്കാൻ വേണ്ടിയാണ് പലരും ഓവർ സൈസ് വാങ്ങുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ കുട്ടികൾക്ക് സൈക്കിൾ തിരഞ്ഞെടുക്കുമ്പോൾ കറക്റ്റ് സൈസ് തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് വളരെ നല്ലത്. ഇത് അവരുടെ സേഫ്റ്റിക്കും പുതിയ സൈക്കിളിൻ്റെ പുതുമയൊക്കെ എൻജോയ് ചെയ്യാനും കൂടുതൽ സഹായകരമായിരിക്കും. പുതിയ സൈക്കിളുകൾ വാങ്ങുന്നതിനും ലോൺ സംബന്ധമായ സംശയങ്ങൾക്കും നിങ്ങൾക്ക് സ്പ്രിന്റ് ഷോപ്പുമായി ബന്ധപ്പെടാവുന്നതാണ്. ഷോപ്പിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ചെറിയ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.